എടാ എബിയെ, എത്ര നേരമായി കിടക്കുന്നു? എഴുന്നേക്കുന്നില്ലേ? എടി അവനെ വിട്ടേരെ, അവനോടങ്ങനെ കിടക്കട്ടെ. നീ എനിക്ക് നല്ലൊരു ചായ എടുക്കാൻ നോക്കി. അല്ല മനുഷ്യ, നിങ്ങൾക്ക് അവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലേ? ഇങ്ങനെ നടന്നാ മതിയോ? എടി നീ അവനെ വിട്ടേരെ, അവനോടങ്ങനെ കിടക്കട്ടെ. നീ തൽക്കാലം പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഞാൻ അവനെ പോയി വിളിച്ചോളാം. ഡാ എബിയെ, എഴുന്നേക്കുന്നില്ലേ? ഡാ എബിയെ, എബിയെ, എഴുന്നേക്കുന്നില്ലേ? ഹലോ. എടാ അളിയ, എബി, ഗുഡ് മോർണിംഗ്. എവിടാ നീ? എടാ പറടാ. എന്താ നിന്റെ പ്ലാന്? എന്തെങ്കിലും കിട്ടിയോ? നമുക്ക് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ ഇനി കുറച്ച് സമയം ഉള്ളോട്ട് കളിയാ. ഒന്നും കിട്ടിയില്ലേ, മൈൻഡ് ഫുള്ള് ബ്ലാങ്കാ. എന്നാ നീ ഒന്ന് ട്രൈ ചെയ്യേ. നോക്കാം. അളിയ, എന്നാ പിന്നെ ഒരു കട്ടൻ അടിച്ചാലോ? ആ, അതൊരു മികച്ച തീരുമാനമായിരിക്കും. എന്നാ പെട്ടെന്ന് റെഡിയാവ്, ഞാനിതാ വരുന്നു. ഓക്കെ. എടാ എങ്ങോട്ടാ? ഫുഡൊന്നും വേണ്ടേ? നിന്നോടാ ചോദിച്ചത്, നിനക്ക് ഫുഡൊന്നും വേണ്ടായേ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എടാ ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആർക്കൊക്കെയാ? എടി അവന് വേണ്ടെന്നുണ്ടെങ്കിൽ അവൻ പുറത്തുനിന്ന് കഴിച്ചോട്ടെ. നീ എനിക്ക് 2 ചപ്പാത്തി ഇങ്ങോട്ടിട്. ചേട്ടാ 4 ചായ. അളിയപ്പം കഴിക്കാനൊന്നുമില്ലേ? ഇപ്പൊ തന്നെ വേണോ? ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. എപ്പോഴും വിശപ്പാണല്ലോ ആശാനെ. എന്നടാ കളിയാ, വീണ്ടും പഴയ ഫോണ്, മെസ്സേജ് അയപ്പ്, പഴയ ഉടായ്പാണാ? എടാ ഇത് 5 കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാ. അപ്പം പഴയതോ? ആര്? ടീനെ ആളിയാ? അതൊക്കെ പോയില്ലേ? അതെപ്പോ? അത് കുറച്ച് ദിവസമായടാ. അപ്പം മഞ്ജുവോ? അത് കഴിഞ്ഞ മാസമല്ല അളിയാ. ഇതെങ്ങനെയാളിയാ സാധിക്കുന്നത്? ഓരോന്നോരോന്ന് പോകുമ്പോ പുതിയത്. മോനെ, ലാലേട്ടന്റെ തുടർ സിനിമയാണാ? ഇതെങ്ങനെ സാധിക്കുന്ന റോബി? നീ ഇങ്ങനെ നടന്നോളിയാ. നിനക്ക് 100,000 കണ്ടീഷനാ. നല്ല ചിരി വേണം, നല്ല മുടി വേണം, അതല്ലേ നല്ല നുണക്കടി വേണം. മൂത്ത് നരച്ച് പോകുകളിയാ ഇങ്ങനെ. അളി അങ്ങനെ കണ്ണി കണ്ണവരെയൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? നമുക്കൂടെ തോന്നണ്ടേ? ലേറ്റായാലും നമുക്കുള്ളത് വരും. അയ്യോ, ഷാരോൺ എവിടെ? ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ഷാരോൺ. ആ ഓക്കെ ഓക്കെ, അവളിപ്പോൾ വരും. എന്നാ അളിയാ? അളി നമ്മളിന്ന് ആ റെസ്റ്റോറൻറ്റിൽ കണ്ട ടീം ഏതാ? ഏത്?
എടാ നമ്മളിന്ന് അവിടെ കണ്ടില്ലേ? ഓ ഓക്കെ ഓക്കെ അളിയാ, ഞാൻ അഞ്ചുമായിട്ട് ഒരു സീരിയസ് ടോക്കിലായിരുന്നു, അതാ കാണാത്ത. എന്ത് പറ്റി? ഓ ഒന്ന് പോയടാ അവിടെ നിന്ന്, അവൻ്റെ ഒരു 5 വെച്ചിട്ട് പോടാ. പറടാ. എടാ നീ എന്തേലും എഴുതിയോ? ഒന്നും എഴുതിയില്ലടാ. എടാ നീ എന്തേലും എഴുതിയാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആടാ നോക്കാം. അളിയ എത്രയായി? ആ ആയിട്ടുണ്ട്. ഓക്കെ. ആ കേറുവാ കേറുവാ. എന്നാ ഉണ്ട്? ആ ശരി. ബെന്നെ നമ്മുടെ സ്ഥിരം ആൾക്കാരാണേ, നോക്കിക്കോണേ. ഓക്കെ ഓക്കെ. ഓർഡർ പറയാം. ചേട്ടാ നമ്മുടെ സെയിം ഓർഡറേ. ഇതെന്നാടാ? നോക്കട്ടെ. എൻ കനവുകളിൽ എന്നും നീയേ. ഓ ടു ഷാരൂൺ. ഇത് കൊള്ളാലോടെ, മോളെ നിനക്കാ. അതാരായിരിക്കും? അതെ, ചായയുടെ വെച്ചേക്കട്ടെ. എന്നാലും ഞാൻ ആലോചിക്കാം ആരായിരിക്കും. സത്യം പറ ഷാരോൺ. ചേട്ടാ ബില്ല് എടുത്തോട്ടോ. ചേട്ടാ സെയിം ഓർഡറേ. ഓക്കെ. ഹായ് ചേട്ടാ. ആ സെയിം തന്നെ. നീ എന്നാടി നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. മറ്റേ നോട്ടായിരിക്കും. മറ്റേ നോട്ടാ. ഇല്ല. ബില്ല് പറയാം. ഓ ബില്ല് വന്നു.
ഇപ്പൊ സന്തോഷമായല്ലോ അല്ലേ? ഹാപ്പി ആയോ? എടി അന്ന് എപ്പോഴും ഇവൾക്ക് ഇതൊക്കെ ആരായിരിക്കും കൊടുത്തത്? ആരായാലും നല്ല കവിഭാവന. എൻ കനവുകളിൽ എന്നും നീയേ, എൻ നിലവുകളിൽ എന്നും നീയേ, ദാ ഇതുണ്ട്. അലയടിച്ചുയരുന്ന സ്പന്ദനം നീയേ. ഓ അമ്മ. ഹലോ. ആ അമ്മ. ആ കുഴപ്പമില്ല, ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആ മനസ്സിലായി. കേട്ടു. ആ അമ്മ പൊക്കോളാം. ശരി വെച്ചോ. ആ മനസ്സിലായി. ബാക്കി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇട്. ഓക്കെ. ആ അമ്മ ശരി, ബൈ. ആ എന്താടി ഇങ്ങനെ കിടന്ന് അലക്കുന്നേ? അമ്മ വന്നിരിക്കുന്നു ഒരാലോചന ആയിട്ട്. ആ നല്ലത്. എനിക്കിപ്പോൾ താല്പര്യമില്ല. മമ്മി പറഞ്ഞു ഇപ്പം തന്നെ പോയി ചെറുക്കനെ കാണണം. ആ അവരുടെ അഡ്രസ്സും എല്ലാം അയച്ചു തന്നിട്ടുണ്ട്, നമ്പറും അഡ്രസ്സും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ആ നീ പോയി. എനിക്ക് താല്പര്യമില്ല പേഴ്സണലി പറഞ്ഞാൽ. അതിനെന്താ, നമുക്ക് പോവാം. പോയി നോക്കാം. പോയി നോക്കാം അല്ലേ? ഞങ്ങളും വരാം. ചുമ്മാ പോയി നോക്കാം. ഞങ്ങളും വരാം. ഓ ആയിക്കോട്ടെ. ആ ഹലോ ചേട്ടാ, എന്തുണ്ട് കഴിക്കാൻ? ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, പിന്നെ കപ്പ ബിരിയാണി ഉണ്ട്. 2 മന്തിയെ പാർസലേ. ഫുഡ് റെഡി ആയിട്ടുണ്ടേ? സോറി. എടി ഇത് നോക്കിക്കെടി. ഇത് ആര് വെച്ചായിരിക്കൂടാ? ഇനി ആ പയ്യൻ വെച്ചായിരിക്കുമോ? പോയി ചോദിക്കണോ? ഏ വേണ്ട, നീ പിടിച്ചോ, വണ്ടി കയറ്. എടി യൂഷ്വലി ആണുങ്ങളല്ലേ പെണ്ണിനെ കാണാൻ വരിക? അതങ്ങ് കേരളത്തിൽ, നമ്മളിപ്പോ യൂക്കലല്ലേടി. അമ്മ പറഞ്ഞല്ലേ, എന്നായാലും പോയേക്കാം. ശരി. ആ ഡിമ്പിൾ അല്ലേ? കയറി വാ മോളെ. മക്കളെ കയറി ഇരിക്കെ. മക്കളെ എല്ലാവർക്കും എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ. നിങ്ങളെന്താ ഇത്രയും ലേറ്റ് ആയത്? നിതിൻ മോൻ വാ, കയറി വായേ. ആടാ മോനെ, എന്നാ ഉണ്ട്? ഒന്നുമില്ലപ്പാ. എബി എന്തിയേ? എടാ അവൻ മുകളിലെങ്ങാണ്ടുണ്ട്. ഇന്നലെ തൊട്ട് എന്താ തട്ടും മുട്ടും ഒക്കെയാ. എന്താ എല്ലാരും കൂടെ ഒരു പരിപാടി അവിടെ? ഒന്നുമില്ലപ്പാ, ഞാൻ എബിയെ കണ്ടിട്ട് വരാം. ആയിക്കോട്ടെ. ഇന്ന മോളെ. നല്ല വെറൈറ്റി ലൈൻസ് അല്ലേ? എവിടെയോ കേട്ട പോലെ. ഞാനൊരു വശം കേൾക്കട്ടെ. ഈ വരികളല്ലേ നമുക്ക് റെസ്റ്റോറൻറ്റ് വെച്ച് കിട്ടിയത്? ആന്റി ആരാ ആ പാട്ട് പാടുന്നേ? മോനെ അതെന്റെ മോൻ എബിയ, അവൻ മോളിലുണ്ട്. എന്നാ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ.
നിലവുകളിൽ എന്നും നീയേ എൻ നിശ്വാസക്കാറ്റിൻ്റെ ഈണത്തിൽ എന്നും നീയേ അലയടിച്ചുയരുന്ന സ്പന്ദനം നീയേ തഴുകിയ നിൻ രൂപം ഇതളുകളായി മെല്ലെ തളിർത്തതല്ലേ വാതിൽ പഴുതിലൂടെ ഓരോരോ നോട്ടവും നിൻ ഉൾമുന പോലുള്ളിൽ തറച്ചതല്ലേ മനസ്സിൻ്റെ നൊമ്പരം ഒരു മഴച്ചാറ്റലിൽ നീ അറിഞ്ഞതല്ലേ എൻ കനവുകളിൽ എന്നും നീയേ എൻ നിലവുകളിൽ എന്നും നീയേ എൻ നിശ്വാസക്കാറ്റിൻ്റെ ഈണത്തിൽ എന്നും നീയേ അലയടിച്ചുയരുന്ന സ്പന്ദനം അറിയാതെയുള്ളിലേതോ ചിരിമായ നിൻ മുഖം നെടുവീർപ്പിൻ പൊൻകണികയായി എന്നിൽ ആരോടും പറയാതെ ആരാരും അറിയാതെ ഇടനെഞ്ചിൽ ചേർത്തു ഞാൻ നിൻ രൂപം മൂവന്തി നേരത്തോ ഏകനായി നിൽക്കുന്നു നിന്നെയും കാത്ത് ഞാൻ ഓമൽ സഖി എൻ കനവുകളിൽ എന്നും നീയേ എൻ നിലവുകളിൽ എന്നും നീയേ എൻ നിശ്വാസക്കാറ്റിൻ്റെ ഈണത്തിൽ എന്നും നീയേ അലയടിച്ചുയരുന്ന സ്പന്ദനം അമ്മ പറ. എന്തായി പയ്യനെ കണ്ടോ? അമ്മ കണ്ടു. പയ്യനെ ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാം ഓക്കെ അമ്മ. വളരെ ഹാപ്പി അമ്മ.